മുഖ്യമന്ത്രിക്കെതിരെ മുദ്രാവാക്യം വിളിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് ക്രൂരമർദ്ദനം. മുഖ്യമന്ത്രിയുടെ ഗൺമാനും അംഗരക്ഷകരും ചേർന്ന് വളഞ്ഞിട്ടാണ് മർദ്ദിച്ചത്. തലയിൽ ഉൾപ്പെടെ ലാത്തി കൊണ്ടടിച്ചു. ആലപ്പുഴ ജനറൽ ആശുപത്രി ജംഗ്ഷനിലായിരുന്നു പ്രതിഷേധം. പോലീസുകാർ കീഴ്പ്പെടുത്തിയവരെ മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകർ വാഹനത്തിൽ നിന്ന് ഇറങ്ങി വന്ന് മർദ്ദിക്കുകയായിരുന്നു. അടിച്ച് തല പൊട്ടിച്ചു എടുത്തോന്ന് ചോദിക്കും. സൂക്ഷിച്ചോ. സൂക്ഷിച്ചോ. ശരണ്യ സ്നേഹജൻ വിവരങ്ങളുമായി ചേർന്നു. ശരണ്യ, എത്ര പേർക്കാണ് മർദ്ദനമേറ്റിരിക്കുന്നത്? ഈ വളഞ്ഞിട്ട് തല്ലുന്ന ദൃശ്യങ്ങൾ മുദ്രാവാക്യം വിളി മാത്രമാണോ ഇത്രയും പ്രകോപനപരമായ കാര്യത്തിലേക്ക് പോലീസിനെ കൊണ്ടെത്തിച്ചത്? അപർണ, ജനാധിപത്യ രീതിയിൽ എല്ലാവർക്കും പ്രതിഷേധിക്കാൻ അവകാശമുണ്ട് എന്ന് അവകാശപ്പെടുന്ന മുഖ്യമന്ത്രിയുടെ വാഹനം കടന്നുപോയപ്പോഴാണ് മുദ്രാവാക്യം വിളിച്ച KSU പ്രവർത്തകർക്ക് നേരെ ആലപ്പുഴയിൽ ക്രൂരമായ മർദ്ദനം ഉണ്ടായിട്ടുള്ളത്. KSUവിന്റെ ജില്ലാ ഭാരവാഹി ആയ തോമസ് ഉൾപ്പെടെയുള്ള 2 പേരാണ് കേരള ജംഗ്ഷൻ വെച്ച് ഈ വാഹനം, അതായത് നവകേരള സദസ്സിന്റെ വാഹനം കടന്നുപോയപ്പോൾ KSU സിന്ദാബാദ് എന്ന് പറഞ്ഞ മുദ്രാവാക്യം വിളിച്ചത്. യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ പോലുമല്ല, അവരവരുടെ പ്രതിഷേധം എന്ന നിലയിൽ KSU സിന്ദാബാദ് എന്നാണ് വിളിച്ചത്. തുടർന്ന് ഈ 2 പേരെയും ആദ്യം അവിടുത്തെ ലോക്കൽ പോലീസ്, അതായത് റോഡിന്റെ സുരക്ഷയുണ്ടായിരുന്ന ലോക്കൽ പോലീസ് ഇവരെ 2 പേരെയും ഒരു ഭാഗത്തേക്ക് പിടിച്ചു മാറ്റിയതിനിടയിൽ ഇവർ താഴേക്ക് വീഴുന്നു. താഴേക്ക് വീണ ഇവരെ പിന്നീട് മർദ്ദിക്കുന്നത് മുഖ്യമന്ത്രിയുടെ അകമ്പടിയായി വന്ന സംഘത്തിലെ ആളുകളാണ്. അതായത് മുഖ്യമന്ത്രിയുടെ സുരക്ഷാ വിഭാഗത്തിലെ ജോലി ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥരാണ്. വാഹനം നിർത്തിയ ശേഷം ഇറങ്ങി വന്ന ഇവരെ വളഞ്ഞിട്ടടിച്ചത്. ആദ്യ അടി തന്നെ തലയ്ക്കടിക്കുകയാണ്. തോമസിന്റെ തലയ്ക്കാണ് ആദ്യ അടി അടിക്കുന്നത്. പിന്നീട് അടിക്കരുതെന്ന് അവർ വിളിച്ചു പറയുമ്പോഴും വളഞ്ഞിട്ട് പുറകെ വന്നവർ മർദ്ദിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപർണ, ഈ പ്രവർത്തകരെയും 2 പ്രവർത്തകരെയും ജനാധിപത്യ രീതിയിൽ അവർ റോഡിനരികിൽ നിന്ന് മുദ്രാവാക്യം വിളിച്ച് 2 പ്രവർത്തകരെയും പോലീസ്, അതായത് ലോക്കൽ പോലീസ് ഇവരെ കൃത്യമായി മാറ്റി അവരുടെ പരിധിയിലേക്ക് കൊണ്ടുവന്നതാണ്. അതിനുശേഷം എന്താണ് ഇത്ര വലിയ പ്രകോപനം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഒരു പ്രകോപനവും ഇല്ലാതെ മർദ്ദിച്ചു എന്ന് തന്നെ നമുക്ക് പറയാം. ആ ചെറുപ്പക്കാർ മുദ്രാവാക്യം മാത്രമാണ് വിളിച്ചത്. തുടർന്ന് അവരുടെ വാഹനം നിർത്തി അതിന് എസ്കോർട്ട് പോയിരുന്ന മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ചുമതലയുള്ള പോലീസ് ഉദ്യോഗസ്ഥരാണ് വാഹനം നിർത്തി ഇറങ്ങി വന്ന് അവരെ അടിച്ചത്. മാത്രമല്ല അസഭ്യം വിളിക്കുകയും ചെയ്യുന്നുണ്ട് ആ ചെറുപ്പക്കാരെ. ലാത്തി ഉപയോഗിച്ച് തലയ്ക്കുൾപ്പെടെയാണ് 4ഓളം പേർ ചേർന്ന് മർദ്ദിച്ചത്. അപർണ,
ശരണ്യ സ്നേഹജൻ വിവരങ്ങൾ നൽകുന്നു. മുഖ്യമന്ത്രിക്കെതിരെ മുദ്രാവാക്യം വിളിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് വളഞ്ഞിട്ട് തല്ലുന്ന ദൃശ്യങ്ങൾ. സൂക്ഷിച്ചോ. സൂക്ഷിച്ചോ.